ഞങ്ങളൊരു അശ്വമേധം ആരംഭിക്കുകയാണ്. ഇന്ന് മുതലാ? ഇന്ന് മുതൽ. ഓ, ഇതിനു മുമ്പ് അശ്വമേധായിരുന്നില്ലേ? അല്ല, ഞങ്ങൾ ഇന്ന് തുടങ്ങുകയാണ് അശ്വമേധം. ഓഹോ. ഇതിനു മുൻപ് അശ്വമേധത്തിന്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾ ഞങ്ങൾ നടത്തി. ഗജമേധായിരിക്കും. അതെ. ആഹാ. അപ്പോൾ ഈ അശ്വമേധത്തിൽ താങ്കൾ ഉദ്ഘാടകനായി വന്നതിൽ ഞങ്ങൾ വളരെയധികം നന്ദി രേഖപ്പെടുത്തുന്നു. സന്തോഷമുണ്ട്. ഈ തിരക്കുകൾക്കിടയിലും താങ്കൾ ഇവിടെ വരാൻ സന്മനസ് കാണിച്ചതിന് ഞങ്ങൾ നന്ദി രേഖപ്പെടുത്തുന്നു. രാവിലെ പ്രോഗ്രാം റദ്ദാക്കിയിട്ട് വരിക. പുതിയ വീട്ടിലെ താമസം എങ്ങനെയുണ്ട് സർ? പുതിയ വീട് ഫ്ലാറ്റല്ലേ? താമസം മറ്റൊരു ടൗൺസിൽ നഗരങ്ങളിലുള്ള പോലെ തന്നെ. ഞാൻ നഗരങ്ങളിൽ ഫ്ലാറ്റ് താമസിച്ചിട്ടുണ്ട്. ഇവിടെ ഒരു പുതിയ തരത്തിലുള്ള ഒരു ഫ്ലാറ്റ് വന്നു എന്നേ ഉള്ളൂ. ഫ്ലാറ്റ് സിസ്റ്റമാണ്. അതിന് ഫ്യൂച്ചറിൽ എല്ലാ ടൗണിലും ഡെവലപ്പ് ചെയ്യാൻ പോവുകയാണ് ഫ്ലാറ്റ് സിസ്റ്റം. ഇപ്പോൾ എറണാകുളം ആണ് കേരളത്തിൽ ഏറ്റവും അധികം ഫ്ലാറ്റ് സിസ്റ്റം ഉള്ളത്. സെക്കൻഡ് ഇപ്പം തിരുവനന്തപുരത്ത് വളർന്ന് വരാൻ പോകുന്നതേ ഉള്ളൂ. കൽക്കട്ട മുഴുവൻ ഫ്ലാറ്റാണ്, ഡൽഹി ഫ്ലാറ്റാണ്. അപ്പോൾ ഇന്ത്യയിൽ ഒട്ടുമുക്കാലും നഗരങ്ങളിൽ ഫ്ലാറ്റ് സിസ്റ്റം വന്നു കഴിഞ്ഞിട്ടുണ്ട്. പ്രധാന നഗരം മദ്രാസ്, ഇവിടെ ഇത് വരാൻ പോകുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മൾ തന്നെ അതിൻ്റെ ഒരു ഉദ്ഘാടനം നിർവഹിച്ചു. ഫ്ലാറ്റ് സിസ്റ്റത്തെ താമസം തുടങ്ങി. മറ്റ് വീട് താമസിച്ച് ശീലിച്ചവർക്ക് കുറച്ച് അസൗകര്യം ഉണ്ടാവും. കാരണം ഒരു വളപ്പ്, മുറ്റം, പിന്നെ ഒരു തുളസിത്തറ, പിന്നെ വീട്ടിൻ്റെ അകത്ത് പടിഞ്ഞിട്ടകത്തൊരു വിളക്ക് വെക്കൽ ഇല്ലേ, അതൊന്നും ഇപ്പോൾ ഇല്ല. ഇതൊക്കെ ഒരു 3 മുറിയായി തീർന്നു. ഞങ്ങളുടെ അശ്വമേധത്തിൽ പങ്കെടുക്കാൻ 50,000-ഓളം കേരളീയർ അപേക്ഷകൾ അയച്ചിട്ടുണ്ട്. കാരണം ഞങ്ങൾ സുവർണ്ണ നിധിയാണ് സമ്മാനം കൊടുക്കുന്നത്. അതുകൊണ്ടായിരിക്കും, പൈസ കണ്ടിട്ടായിരിക്കും. മാത്രമല്ല, ഞങ്ങൾ ചരിത്രത്തിലെ ആദ്യത്തെ റിവേഴ്സ് ക്വിസാണ്. ഇവിടെ ഞാനാണ് ഉത്തരം പറയേണ്ടതും ജയിക്കേണ്ടതും തോൽക്കേണ്ടതും. അതൊരു വ്യത്യാസമാണ്. അപ്പോൾ ഞാൻ കുഞ്ഞു മുഹമ്മദ് പറഞ്ഞു, നമ്മുടെ ഗുരുവായൂരെ തോറ്റ MLA ഇപ്പോഴത്തെ മുമ്പ് ജയിച്ച ആളാണ്. അയാളോട് പറഞ്ഞത് ഇതിനെപ്പറ്റി. സാർ, അപ്പോൾ നമുക്ക് ആരംഭിക്കാം സാർ. ഓ സിജ പ്ലീസ്. സാർ എഴുതിയ കവറിൽ സാറിൻ്റെ പേരെഴുതിയിട്ടുണ്ടല്ലോ, വിചാരിച്ച ആളിൻ്റെ. ഉണ്ട്, എൻ്റെ പേരില്ല. അല്ല, സാറ് മനസ്സിൽ വിചാരിച്ച ആളുടെ പേര് അതുണ്ട്. അത് ഈ കുട്ടിയെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ കുട്ടി അത് പാനലിന് കൊടുക്കുക. ഇയാൾ കുട്ടിയാണ്. അല്ല, സാറിന്റെ ഈ ഒരിക്കലും അവസാനിക്കാത്ത ഉജ്ജ്വലമായ നർമ്മബോധത്തിന്റെ രഹസ്യം എന്താണ്? രഹസ്യത്തെ ജീവിതത്തിൽ അത്രയധികം കഷ്ടപ്പാടുകൾ അനുഭവിച്ചുകൊണ്ടാണ്. ഞാൻ അനുഭവിക്കാത്ത കഷ്ടപ്പാടുകൾ ജീവിതത്തിൽ. അപ്രൂവ്ഡ്. സാർ എഴുതിയ പേര് പാനൽ അപ്രൂവ് ചെയ്തിരിക്കുന്നു. ശരി, അപ്പൊ നമുക്കിനി മത്സരിക്കാം. ഞാൻ ചോദിക്കുന്നതിന് സാർ എസ് എന്നോ നോ എന്നോ മാത്രം മറുപടി മതിയോ? സാറ് വിചാരിച്ച വ്യക്തി ഇന്ത്യക്കാരനാണോ സാർ? നോ. അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ടോ സാർ? നോ. അദ്ദേഹം ഏഷ്യക്കാരനാണോ സാർ? നോ. ഭാഗികമായി ഏഷ്യയാണ്. ഏഷ്യ. 4, അദ്ദേഹത്തിന്റെ രാജ്യം ഇപ്പോൾ യൂറോപ്പിലാണോ സാർ? യൂറോപ്പിലാണ്. പൊളിറ്റിക്സ് ആണോ അദ്ദേഹത്തിന്റെ മേഖല? രാഷ്ട്രീയമാണോ സാർ അദ്ദേഹത്തിന്റെ മേഖല? അല്ല. രാജാവ്, പടയാളി, സൈന്യം, യുദ്ധം, അതുമായി ബന്ധപ്പെട്ട വ്യക്തിയാണോ സാർ? അതെ അതെ. സാർ, 7ാമത്തെ ചോദ്യം. കേരളത്തിലെ ജനങ്ങളുടെ പ്രതികരണ ശേഷി കൂടുതൽ ഉയരേണ്ടതുണ്ട് എന്ന് സാർ വിശ്വസിക്കുന്നില്ലേ? ഉണ്ട്. പ്രതികരണ ശേഷി ഉയരണം. കൂടുതൽ ഉയർന്ന ചിന്ത കേരളത്തിലെ ജനങ്ങൾ പുലർത്തും എന്ന് നമുക്ക് പ്രതീക്ഷിക്കുകയും ചെയ്യാം, അല്ലേ സാർ? ഉയർന്ന ചിന്ത വളർന്നുകൊണ്ട് വരികയാണ്. കാരണം വിദ്യാഭ്യാസം ഉള്ളതുകൊണ്ട്. സാർ വിചാരിച്ച വ്യക്തി നല്ല രീതിയിൽ മാത്രമാണോ സാർ പ്രശസ്തി? 2 തരത്തിലുണ്ട്. കൂടുതൽ അറിയപ്പെടുന്നത് നല്ല രീതിയിൽ അല്ല, 2 തരത്തിലുണ്ട്. 10ാമത്തെ ചോദ്യം. ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിക്ക് സംഭവിച്ച പരാജയം ഉണ്ടല്ലോ സാർ, ഉണ്ട്. അതൊരു സ്റ്റെപ്പിംഗ് സ്റ്റോൺ ടുവേർഡ് സക്സസ്, വരുംകാലത്തിലെ ഉജ്ജ്വല വിജയത്തിന് മുന്നിലുള്ള ഒരു ചവിട്ടുപടിയാണെന്ന് നമുക്ക്. അല്ല, മുമ്പ് 5 തവണ തോറ്റതാ. ഇത് 6ാമത്തെ തവണയാണ്. 5 തവണ തോറ്റ് 5 തവണ ജയിച്ചു. അതുകൊണ്ട് 10 ചോദ്യങ്ങൾ കഴിഞ്ഞാൽ നമ്മൾ പിന്നീട്
യാഗം കഴിഞ്ഞ് യജ്ഞത്തിലേക്ക് എത്തുന്നു. ആദ്യത്തെ 10 ചോദ്യങ്ങളെ യാഗമെന്നും 10 മുതൽ 16 വരെ ചോദ്യങ്ങളെ യജ്ഞമെന്നും 16 മുതൽ 21 വരെയുള്ള ചോദ്യങ്ങളെ രാജസൂയമെന്നും വിശേഷിപ്പിക്കുന്നു. ഞങ്ങൾ യജ്ഞത്തിലേക്ക് കടക്കുന്നു. യജ്ഞ. സർ, 11ാമത്തെ ചോദ്യം. മറ്റൊരവസരത്തിൽ ശ്രീ കെ കരുണാകരനോടൊപ്പം ഒന്ന് മത്സരിക്കണം എന്ന് എനിക്കൊരാഗ്രഹമുണ്ട്. ഈ അശ്വമേധത്തിൽ ഇരുന്നിട്ട് സൗഹൃദമായി. അതൊരു നല്ലൊരു ആഗ്രഹമല്ലേ സർ? അതെ. 12ാമത്തെ ചോദ്യം. സാർ വിചാരിച്ച വ്യക്തി രാജരക്തത്തിൽ പിറന്ന ആളാണോ സർ? അതെ. 13ാമത്തെ ചോദ്യം. സാർ വിചാരിച്ച വ്യക്തി 1900-ന് ശേഷമാണോ മരിച്ചത്? 900-ന് ശേഷം ആണ്. അതെ. അദ്ദേഹം പുരുഷനാണോ സർ? പുരുഷനും ഉണ്ട്, സ്ത്രീയുമുണ്ട്. അല്ല, സാർ വിചാരിച്ച വ്യക്തി. സാർ വിചാരിച്ച പുരുഷൻ. അദ്ദേഹം രാജസദസ്സിലെ അംഗം മാത്രമായിരുന്നോ സാർ? അത് രാജാവ് തന്നെ ഭരണത്തിൽ തന്നെ ഉണ്ടായിരുന്നു? ഭരണത്തിലുണ്ടായിരുന്നു. സർ, 16ാമത്തെ ചോദ്യം. ഗുരുവായൂരിലേറ്റ ശ്രീ പി ടി കുഞ്ഞു മുഹമ്മദിന്റെ പരാജയം ചലച്ചിത്ര രംഗത്ത് നിന്ന് വന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തകന്റെ പരാജയമായി വ്യാഖ്യാനിക്കാമോ? അത് മറ്റു പല സാഹചര്യങ്ങളും കൊണ്ടുണ്ടായ? അല്ല. 16 ചോദ്യങ്ങൾ പിന്നിട്ടിരിക്കുന്നു. നാം യജ്ഞത്തിൽ നിന്നും രാജസൂയത്തിലേക്ക് കടക്കുന്നു. രാജസൂയ. സാർ, 17ാമത്തെ ചോദ്യം. സാർ വിചാരിച്ച വ്യക്തിയുടെ ഭാര്യയും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ പ്രശസ്തയായിരുന്നു? അല്ല, ഭാര്യ തന്നെ. ഭാര്യ മാത്ര. അല്ല സാർ, പുരുഷനാണെന്ന് പറഞ്ഞു സാർ. അതെ, പുരുഷന് ഭാര്യയുണ്ടല്ലോ. അതെ, അദ്ദേഹത്തിന്റെ ഭാര്യയും പ്രശസ്തയായിരുന്നു. അത്ര പ്രശസ്തിയല്ല. സാർ, അടുത്ത ചോദ്യം. സാറ് സത്യം പറഞ്ഞാൽ ഇനിയും കേരള രാഷ്ട്രീയത്തിൽ സാറിന് ഒരംഗത്തിന് ബാല്യമില്ലേ? ബാല്യമുണ്ടോ എന്നുള്ളത് ഇന്ത്യൻ രാഷ്ട്രീയത്തിനെ ആശ്രയിച്ചിരിക്കും. അങ്ങനെ ഒരു ഹൈപ്പോത്തറ്റിക്കൽ ക്വസ്റ്റ്യൻ ചെയ്താൽ എന്താ ഉണ്ടോ ഇല്ലയോ ഉള്ളതിൻ്റെ ഇടയ്ക്ക് മരിച്ചു പോയെങ്കിൽ എന്താ ചെയ്യുക? അതെ, ഫാസിസ്റ്റായ രാഷ്ട്രീയ സഖ്യങ്ങൾക്കെതിരെ ഇന്ത്യയിലെ ജനത ഉയർത്തെഴുന്നേൽക്കേണ്ട സമയം ആസന്നമായിരിക്കുന്നില്ലേ? ആസന്നമായെങ്കിലും അതിന് ക്രിയാത്മകമായ ചില വസ്തുനിഷ്ഠ സാഹചര്യങ്ങൾ കൂടെ വളർന്നു വരണം. രണ്ട് ചോദ്യം. ക്രിയാത്മകമായി, പക്ഷേ അതിന് വസ്തുനിഷ്ഠ സാഹചര്യം കൂടെ ഡെവലപ്പ് ചെയ്യണം, വളർന്നു വരണം. സാർ, താങ്കൾ വിചാരിച്ചത് സാർ ചക്രവർത്തിയായ നിക്കോളാസിനെയാണോ? നോ. ഇനി എനിക്ക് ഒരു ചോദ്യമല്ലേ അവശേഷിക്കുന്നുള്ളൂ സാർ? ഇനി എനിക്ക് ഒരു ചോദ്യമേ അവശേഷിക്കുന്നുള്ളൂ സാർ. അല്ല, നിക്കോളസ് ഏത് കൊല്ലത്തെ? റഷ്യയിലെ 1917 കാലഘട്ടത്തിൽ വിപ്ലവം അലക്സാണ്ടർ ദ സാർ. അലക്സാണ്ടർ ദ സാർ തന്നെയായിരുന്നു ഉത്തരം. സാർ അലക്സാണ്ടർ ചക്രവർത്തിയായിരുന്നു. സാർ, ഉത്തരം കണ്ടെത്താൻ വിജയിക്കാൻ എനിക്ക് കഴിഞ്ഞെങ്കിൽ പോലും താങ്കളുടെ ഈ സാന്നിധ്യം ഞങ്ങൾക്ക് നൽകിയത് അതുല്യമായ ഒരു എന്താ പറയുക സായുജ്യമാണ്. അശ്വമേധത്തിന്റെ ആദ്യത്തെ പൂജ കൊളുത്തിയത് താങ്കളാണ്. അതുകൊണ്ട് തന്നെ ഈ മത്സരത്തിൽ സത്യത്തിൽ വിജയിച്ചതും താങ്കളാണ്. വിജയിക്കുള്ള 1 പവൻ സ്വർണം സാർ ഏറ്റുവാങ്ങണം എന്ന്, ഗുരുദക്ഷിണയായി ഏറ്റുവാങ്ങണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. ഇത് വാങ്ങും വേണം, എന്താ ചെയ്യാം? ഏതായാലും നിങ്ങളെ വന്ന് കാണാനും ഇവിടെ പങ്കെടുക്കാനും ഈ സിസ്റ്റം പഠിക്കാനും, ഇത് പഠിക്കണമല്ലോ, പഠിക്കാനും കഴിഞ്ഞതിലധികം സന്തോഷമുണ്ട്. അതിൽ തീർച്ചയായിട്ടും നിങ്ങൾ നന്ദി പറയുന്നുണ്ട്. താങ്ക് യു.